അമേരിക്കയും ഇസ്രയേലും ഭയപ്പെട്ട ഇറാന്റെ ആ ആണവായുധങ്ങൾ നിറഞ്ഞ മിസൈലുകൾ സജ്ജമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ സൂചന നൽകിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 ടൺ വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാന്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാന്റെ കയ്യിൽ സജ്ജമായിട്ടുണ്ട് എന്നാണ്. ഇറാന് ഏതാനും ആണവ പോർമുനകൾ നിർമ്മിക്കാൻ സാധിച്ചു എന്ന വാർത്തകളും ഈ അടുത്തായി നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആണവ പോർമുനകൾ സജ്ജീകരിച്ച മിസൈലുകൾ ഇറാൻ റെഡിയാക്കി വെച്ചു എന്നാണ് ഇത് സൂചന നൽകുന്നത്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഈ അടുത്ത് തന്നെ ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ സംഭാഷണം നടത്തിയിരുന്നു. ഈ സംഭാഷണത്തിന്റെ അനന്തരഫലം എന്ന നിലയിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള പുറപ്പാടാണ് അമേരിക്കയും ഇസ്രയേലും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇറാഖിലുള്ള അമേരിക്കൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാത്രമല്ല അവിടെയുള്ള കോൺസുലേറ്റുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ബഹ്റൈനിലുള്ള അമേരിക്കൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടു. കാരണം അവിടെയുള്ള പൗരന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെ ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന നെതന്യാഹു ഇസ്രായേൽ ലെബനാനിന് അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നാം വായിക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഇറാന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്നാണ്. ഈ ആക്രമണം ആസന്നമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രയേലിന്റെ അതീവ രഹസ്യമായ ഡോക്യുമെന്റുകളെല്ലാം ഇറാൻ ചോർത്തിയെടുത്തത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇസ്രയേലിന്റെ വളരെ ദീർഘകാലത്തെ മൊത്തം പദ്ധതികളും വളരെ രഹസ്യമായി സൂക്ഷിച്ച ആണവായുധങ്ങളും റിയാക്ടറുകളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം അത് ഇറാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. ഈജിപ്തിന് നേരെയുള്ള പദ്ധതികളെ കുറിച്ചുള്ള ഡോക്യുമെന്റുകൾ ഈജിപ്തിന് ഇറാൻ കൈമാറിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ രഹസ്യമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും ഇറാൻ പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു യുദ്ധത്തിന് ഇസ്രായേലുമായി റെഡിയാണ് എന്നാണ് ഇറാന്റെ സൈനിക മേധാവി അറിയിച്ചിരിക്കുന്നത്. കാലങ്ങളോളം ഈ യുദ്ധം ഇപ്പോഴുണ്ടാകും എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഘട്ടങ്ങളിലും യുദ്ധമുണ്ടായിട്ടില്ല. കാരണം ഇറാൻ അത്ര ഒരു ചെറിയ ശക്തിയല്ല എന്നതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇസ്രയേലിനെ ആക്രമിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല ഇറാനെ ആക്രമിക്കുക എന്നത് നമുക്കറിയാം. ഗസയിൽ എത്രയോ കാലമായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഫലമില്ലാത്ത ആക്രമണമാണ് എന്ന് ലോകത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനിയും വർഷങ്ങൾ നീളുമെന്ന് IDF തന്നെ സൂചന നൽകുകയാണ്. അതുപോലെ തന്നെ യമനിൽ പലതവണ ആക്രമണം നടത്തി. അമേരിക്കയും സഖ്യകക്ഷികളും ആക്രമണം നടത്തി. ഇസ്രയേൽ ആക്രമണം നടത്തി. പക്ഷേ ഇതെല്ലാം ഭൂമിക്കടിയിലാണ് അവരുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും എന്നതുകൊണ്ട് ഒരു മിസൈൽ കൊണ്ട് തകർക്കാൻ കഴിയില്ല. ഇതാണ് ഗസയിലും യമനിലും സംഭവിക്കുന്നത് എങ്കിൽ യമനിനും ഗസക്കുമെല്ലാം ഈ ടെക്നോളജി കൈമാറിയിട്ടുള്ള ഈ സംവിധാനം ഒരുക്കി കൊടുത്ത ഇറാന്റെ മുഴുവൻ സംവിധാനങ്ങളും മിസൈൽ സിറ്റികൾ തന്നെയും അവരുടെ പോർ വിമാനങ്ങൾ അടക്കം ഭൂമിക്കടിയിലാണ്. ഏകദേശം 1/2 മൈൽ താഴെയാണ് എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ചെറിയ ആക്രമണങ്ങൾ കൊണ്ട് ഇറാനെ തീർക്കാമെന്ന് കരുതുന്നത് വ്യാമോഹം മാത്രമാണ്. അതേസമയത്ത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ മിസൈൽ വർഷമായിരിക്കും ഇസ്രയേലിലേക്ക് ഇറാനിൽ നിന്ന് പറന്നുയരുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന് വളരെ കൂടുതൽ മിസൈൽ വളരെ ചുരുങ്ങിയ സമയത്ത് തൊടുത്തുവിടാനുള്ള സംവിധാനങ്ങളും കഴിവും ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. മാത്രമല്ല ഇറാൻ ഇസ്രയേലിന്റെ അതീവ രഹസ്യ ഡോക്യുമെന്റുകൾ എടുത്തതോടുകൂടെ തന്നെ വളരെ സൂക്ഷ്മമായി ഇസ്രയേലിനകത്തുള്ള കേന്ദ്രങ്ങളെ പഠിക്കുവാനും അതിനെ ടാർഗറ്റ് ചെയ്യാനും ഇന്ന് ഇറാന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സംവിധാനങ്ങൾ ഇറാഖിലും സിറിയയിലും ഒക്കെയുള്ള സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇറാഖിലുള്ള സംഘങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ആക്രമണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഉയർന്ന സംവിധാനങ്ങളുള്ള മിസൈലുകൾ ഈ വിഭാഗങ്ങൾക്ക് ഇറാൻ കൈമാറിയിട്ടുണ്ട് എന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ അനന്തരഫലം എന്താകുമെന്ന് അമേരിക്കക്കോ ഇസ്രയേലിനോ ഒന്നും പറയാൻ കഴിയില്ല. കാരണം അമേരിക്ക നൽകിയ ആയുധങ്ങളല്ല അല്ലെങ്കിൽ ഇസ്രായേൽ നൽകിയ ആയുധങ്ങളല്ല
ഇറാന്റെ കയ്യിലുള്ളത്. അവർ സ്വന്തം ഡെവലപ്പ് ചെയ്ത പല സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കുക എന്നത്, അല്ലെങ്കിൽ തടുത്തു കളയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തിന് ഇപ്പോൾ പദ്ധതിയിടുന്നു. കാരണം ഇറാൻ ആണവ ശക്തിയായി വളർന്നാൽ പിന്നെ ഇസ്രയേലിന് നിലനിൽപ്പില്ല എന്ന് അമേരിക്കയും ഇസ്രയേലും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മുനയിലെ നുള്ളിക്കളയുക എന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഒപ്പിക്കുന്ന കാര്യം. പക്ഷേ അത് എത്രമാത്രം വിജയകരമായി നടത്താൻ കഴിയുമെന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.